ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, സംശയിക്കുന്ന തോമസ്. ഇന്ന് നാം ധ്യാനിക്കുന്നത് ഭാരതത്തിൻ്റെ വിശ്വസ്ത പിതാവായ വിശുദ്ധ തോമാസ് ലീഹായുടെ ജീവിതമാണ്. യേശുക്രിസ്തുവിൻ്റെ 12 അപ്പസ്തോലന്മാരിൽ ഒരാളായ തോമാസ് ലീഹ സംശയത്തിൽ നിന്ന് അചഞ്ചലമായ വിശ്വാസത്തിലേക്ക് വളർന്ന ശിഷ്യനായിരുന്നു. ഉദ്ധിതനായ യേശുവിനെ നേരിൽ കാണാതെ വിശ്വസിക്കുകയില്ലെന്ന് തോമസ് പറഞ്ഞപ്പോൾ യേശു അദ്ദേഹത്തിന് പ്രത്യക്ഷമായി തൻ്റെ മുറിവുകൾ കാണിച്ചു കൊടുത്തു. അപ്പോൾ തോമാസ് ലീഹ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് പ്രഖ്യാപിച്ചു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഈ വിശ്വാസ പ്രഖ്യാപനം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പൂർണ്ണമായി മാറ്റിമറിച്ചു. പാരമ്പര്യമനുസരിച്ച് AD 72 വിശുദ്ധ തോമാസ് ലീഹ ഇന്ത്യയിലെത്തി സുവിശേഷം പ്രസംഗിക്കുകയും നിരവധി ക്രൈസ്തവ സമൂഹങ്ങൾക്ക് അടിത്തറയിടുകയും ചെയ്തു. ഒടുവിൽ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൻ്റെ പേരിൽ രക്തസാക്ഷിത്വം വരിച്ച അദ്ദേഹം തൻ്റെ ജീവിതം മുഴുവൻ ദൈവത്തിന് സമർപ്പിച്ചു. വിശുദ്ധ തോമാസ് ലീഹായുടെ ജീവിതം നമ്മെ 3 കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. ഒന്നാമത്, സംശയങ്ങൾ ഉണ്ടാകാം, പക്ഷേ അവ നമ്മെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കണം. രണ്ടാമത്, യഥാർത്ഥ വിശ്വാസം ക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ കണ്ടുമുട്ടലിൽ നിന്നാണ് വളരുന്നത്. മൂന്നാമത്, ക്രിസ്തുവിനെ അനുഭവിച്ച ഒരാൾക്ക് ആ സുവിശേഷം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാതെ ജീവിക്കാനാവില്ല. ഈ തിരുനാളിൽ വിശുദ്ധ തോമാസ് ലീഹായെ പോലെ ധൈര്യത്തോടും വിശ്വാസത്തോടും ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ തോമാസ് ലീഹായെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഡിജിറ്റൽ യുഗത്തിലെ സുവിശേഷ പ്രഘോഷണത്തിനും വചന പഠനത്തിനുമായി വചനവയൽ ഒരുക്കുന്ന ആപ്പ് ബിബ്ലിയ. www.biblia.in എന്ന സൈറ്റിലും പ്ലേ സ്റ്റോറിലും ബിബ്ലിയ ആപ്പ് ലഭിക്കുന്നതാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഇംഗ്ലീഷിലും മലയാളത്തിലും 1 വർഷം കൊണ്ട് ബൈബിൾ മുഴുവനും വായിക്കുവാൻ സഹായിക്കുന്ന ബൈബിൾ നഴ്സറി, സഭയെ അടുത്തറിയുവാനുള്ള സഭാ കളരി, വിഷയാധിഷ്ഠിതമായി വീഡിയോകൾ ലഭിക്കുവാനും അപ്ലോഡ് ചെയ്യുവാനും സഹായിക്കുന്ന വീഡിയോ ഹബ്, വീഡിയോ ബുക്ക്, 3 ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങളുടെ ശേഖരമുള്ള 250-ൽ പരം ഈ ബുക്കുകളുടെ പുസ്തകശാല, ഒരേ സമയം 100 കണക്കിന് ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കുവാൻ സഹായിക്കുന്ന ക്വിസ് പ്ലാറ്റ്ഫോം ദബാർ. ഈ നവമാധ്യമ അപ്പസ്തോലേറ്റിൽ പങ്കുചേരാൻ ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ബിബ്ലിയ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.